ഹായ് ഫ്രണ്ട്സ്, ആന്റണി ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ധീരജ്. ഇന്നത്തെ ക്ലാസ്സിൽ 5 മിനിറ്റ് കൊണ്ട് കോഡിലൂടെ ഒരു കിട്ടു ടോപ്പിക് പഠിച്ചാലോ? ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ, അവരുടെ രാജ്യം ഏതാണ്? അവർ ഏതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്? കോഡിലൂടെ സെറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. മെഗസ്തനിസ്, ഫാഹിയാൻ, ഹുയാൻസാങ്, മാർക്കോ പോളോ, അങ്ങനെ സഞ്ചാരികൾ നിരവധി മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നമുക്ക് അറിയേണ്ടതെല്ലാം ഒറ്റ ക്ലാസ്സിലൂടെ തന്നെ കോഡിലൂടെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ അവിടെയും ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ ലിങ്കും ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് മെഗസ്തനീസ്. മെഗസ്തനീസ് ഗ്രീസുകാരനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പോ മെഗസ്തനീസ് എന്നാൽ മഹാ എന്ന് ഓർത്തോളൂ, അഥവാ മെഗാ ശൗര്യമുള്ള ആളാണ്, അഥവാ മഹാശൗര്യക്കാരനാണ് എന്ന് ഓർത്തോളൂ. മഹാ എന്നാൽ മെഗസ്തനീസ്, ശൗര്യം എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യൻ. മെഗസ്തനീസ് ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ് എന്ന് ചോദിച്ചാൽ മെഗസ്തനീസ് ഗ്രീസ്, അങ്ങനെ പ്രാസത്തിൽ ഓർത്തു വെച്ചോളൂ. എങ്കിൽ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന 2 ആൾക്കാരാണ് ഫാഹിയാനും ഹുയാൻസാങ്ങും. ഹിയാൻ ചൈനക്കാരാണ്. ചൈനക്കാരല്ലേ അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ ഓർത്തോളൂ. 2 പേരും ചൈനക്കാരാണ്. അപ്പോ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ വി എന്ന് ഓർത്തോളൂ. യെസ്, വിക്രമാദിത്യൻ അഥവാ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഫാഹിയാൻ ആദ്യത്തെ 2 ലെറ്റർ എന്താ? ഭാവി പ്രവചിക്കുന്നൊക്കെ പറയൂലേ, അതുപോലെ ഭാവി വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. എങ്കിൽ ഹുയാൻസാങ് ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തിൽ ഹുയാൻസാങ്. ഹു എന്ന് ഓർത്തോളൂ. അല്ല, ഹ എന്നാൽ ഹർഷനും ഹു എന്നാൽ ഹുയാൻസാങ്ങുമാണ്. തീർത്ഥാടകരുടെ രാജകുമാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഹുയാൻസാങ് ആണ്. തീർത്ഥാടനത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഭക്തി സോങ് ഒക്കെ ആലപിച്ചുകൊണ്ടല്ലേ എല്ലാവരും പോകുന്നത്. ശബരിമലയിൽ പോകുന്നതൊക്കെ ഓർത്താൽ മതി. അതാണ് ഈ സോങ്. തീർത്ഥാടകരുടെ രാജകുമാരൻ, അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ഇബൻ ബത്തൂത്ത മൊറോക്കോയിൽ നിന്നുള്ള ആളാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. ബത്തൂത്ത ബിൻ തുഗ്ലക്ക്, രണ്ടിലും ബായും തൂയും ഉണ്ടല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ ഇബൻ ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ബത്തൂത്ത തുപ്പും എന്ന് ഓർത്തോളൂ. തുപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പല്ല് മുറുക്കും. യെസ്, അദ്ദേഹം മൊറോക്കൻ സഞ്ചാരിയായിരുന്നു എന്നും ഓർത്തോളൂ. നിക്കോളോ കോണ്ടി, അദ്ദേഹം കൊണ്ടുവന്നത് കൊടിയ വെനമാണ്. അത് ദേവൻ ഒന്നാമന് നിവേദ്യമായി അദ്ദേഹം സമർപ്പിച്ചു എന്നും ഓർത്തോളൂ. കണക്ട് ചെയ്യാം. നിക്കോളോ കോണ്ടി, അതാണ് നിക്കോളോ കൊണ്ടുവന്നത്. വെനം എന്നാൽ വെനീഷ്യൻ സഞ്ചാരിയാണ് അദ്ദേഹം. ഇറ്റലിയിലാണ് വെനീഷ്യൻ സഞ്ചാരിയാണ്. അദ്ദേഹം സമർപ്പിച്ചത് ദേവൻ ഒന്ന് എന്നാൽ ദേവരായൻ ഒന്നാമനാണ്. ദേവനല്ലേ സമർപ്പിക്കുന്നത്. ഇദ്ദേഹം സമർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്. നിക്കോളോ കോണ്ടി, വെനീഷ്യ, ദേവരായൻ ഒന്നാമൻ. എങ്കിൽ അത്തനേഷ്യസ് നികേതിൻ റഷ്യക്കാരനാണ്. മുഹമ്മദ് ഷാ മൂന്നാമൻ. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. അദ്ദേഹം ഭയങ്കര റഷാണ് കേട്ടോ, ഭയങ്കര റഷാണ്, തിരക്കിലുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് നിൽക്കാൻ സമയമില്ല. അതാണ് നികേതിൻ റഷ്യ. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഫാസ്റ്റ് ആയിട്ട് 3 മുഹമ്മദ്മാരെ പെട്ടെന്ന് കണ്ടിട്ട് പോയി എന്നോർത്തോളൂ. യെസ്, മുഹമ്മദ് ഷാ 3, അത്തനീഷ്യസ് നികേതിൻ നിൽക്കാൻ സമയമില്ല, ഭയങ്കര റഷാണ്, റഷ്യക്കാരനാണ്. എങ്കിൽ അടുത്തത് നോക്കാം. ഡൊമിംഗോ പയസ് പോർച്ചുഗീസുകാരനാണ്. അദ്ദേഹം സന്ദർശിച്ചത് കൃഷ്ണദേവരായരെയാണ്. എങ്കിൽ കൃഷ്ണദേവരായരെ സന്ദർശിച്ച മറ്റൊരു ആളെ കൂടെ നോക്കാം. അതാണ് ദൗർത്തെ ബാർബോസ്. 2 പേരും പോർച്ചുഗീസുകാരാണ്. അപ്പോ കൃഷ്ണദേവർക്ക് ഇഷ്ടം എന്ത് എന്നാൽ അദ്ദേഹത്തിന് പായസം ഇഷ്ടമാണ്. അതും ഗീ ഒഴിച്ച പായസം. അമ്പലപ്പുഴ പാൽപായസം ഓർത്താൽ മതി, അവിടെ കൃഷ്ണനല്ലേ. അപ്പോ കൃഷ്ണന് ഗീ ഒഴിച്ച പായസമാണ് ഇഷ്ടം. യെസ്, ഡൊമിംഗോ പയസ്. ഗീ എന്നാൽ പോർച്ചുഗീസ്, കൃഷ്ണദേവരായ. എങ്കിൽ അടുത്തത് ദുരത്രേ ബാർബോസ. പരിപരുത്ത ദോശയും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഗീ ഒഴിച്ചത് ആർക്ക്? കൃഷ്ണദേവരായക്ക്. യെസ്, ബാർബോസ ഗീ ഒഴിച്ചത് എന്നാൽ പോർച്ചുഗീസ്, കൃഷ്ണദേവരായ. ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്താലോ. പായസവും പരിപരുത്ത ദോശയും. യെസ്, ബാർബോസ പയസ് പോർച്ചുഗീസുകാരനാണ്, ഗീ ഒഴിച്ചാണ് കഴിക്കുന്നത്. കൃഷ്ണദേവരായ എന്നും ഓർത്തോളൂ. അടുത്തതിലേക്ക് പോവാം. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത്
ഫെർണാണ്ടോ ന്യൂനസ് പോർച്ചുഗൽക്കാരനാണ്. അച്യുത ദേവരായയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ന്യൂനസ് എന്നാൽ ജനങ്ങളുടെ ന്യൂനത മാറ്റാൻ വേണ്ടി പോരാടിയ ഒരു ലീഡറാണ് VS അച്യുതാനന്ദൻ. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. അപ്പൊ അച്യുത ദേവരായ ജനങ്ങളുടെ ന്യൂനത മാറ്റാൻ വേണ്ടി പോരാടി പോർച്ചുഗല്. അപ്പൊ ന്യൂനസ് പോർച്ചുഗല്, അച്യുത ദേവരായ ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്ത സഞ്ചാരിയാണ് തിമൂർ. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. നസീർ ഉദ്ദിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. ഇങ്ങനെ കോഡിനായിട്ട് ഓർത്തോളൂ. നസീർ ദിനവും മുഖം ട്രിം ചെയ്യും. നസീർ ഉദ്ദിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് തിമൂർ, അതാണ് ട്രിം, ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹം അവിടെ മാത്രമല്ല ഈ ബാക്ക് സ്ഥാനത്തുള്ള മുടിയും ട്രിം ചെയ്യും എന്നോർത്തോളൂ. അതാണ് ബാക്ക് സ്ഥാനം. ഉസ്ബെക്കിസ്ഥാൻകാരനായിരുന്നു തിമൂർ. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് ഫ്രാൻകോയിസ് ബെർണിയർ, ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവർണിയർ, പിന്നെ നിക്കോളെ മനുച്ചി. ഇവർ മൂന്നുപേരും ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. കോഡിനായി ഇങ്ങനെ ഓർത്തോളൂ. താജ്മഹൽ കാണാൻ എത്തിയത് ഒരു ബെർണിയർ, ഒരു ട്രാവർണിയർ, പിന്നെ കാളപ്പുറത്ത് ഒരു മാന്, ഒരു ബേണായിട്ടുള്ളൊരു ട്രാവലർ. സഞ്ചരിക്കുമ്പോഴത്തേക്കും ഫുള്ള് ദേഹമൊക്കെ ബേണാവുമല്ലോ, അങ്ങനെ ഓർത്തോളൂ. ഒരു ബേണായിട്ടുള്ള ട്രാവലറും പിന്നെ കാളപ്പുറത്ത് ഒരു മാനും കൂടെ താജ്മഹൽ കാണാനായിട്ട് ഇന്ത്യയിലെത്തി. താജ്മഹൽ പണിയെടുപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. ഓക്കെ, അപ്പോ ഫ്രാൻകോയിസ് ബെർണിയറും ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവർണിയറും ഫ്രഞ്ചുകാരാണ്. ബെർണിയർ, ട്രാവർണിയർ ഒരു പ്രാസമല്ലേ. എങ്കിൽ നിക്കോളെ മനുച്ചി ഇറ്റലിക്കാരനാണ്. നിക്കോളെ കാളെ എലി എന്ന് ഓർത്തോളൂ. നിക്കോളെ മനുച്ചി ഇറ്റലിക്കാരനാണ്. ഇവർ മൂന്നുപേരും താജ്മഹൽ കാണാനാണ് ഇന്ത്യയിലെത്തിയത്. താജ്മഹൽ പണിയെടുപ്പിച്ചത് ഷാജഹാൻ. എങ്കിൽ അൽ ബറൂണി പേർഷ്യ മുഹമ്മദ് ഗസ്നി. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ഗസ് ചെയ്യൂ. ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചുള്ള പഠനമാണ് ഇൻഡോളജി. അതാണ് ഗസ് ചെയ്യൂ. മുഹമ്മദ് ഗസ്നി. ഇന്ത്യൻ ചരിത്രം, ഇൻഡോളജിയുടെ പിതാവ് അൽ ബറൂണി. ഇന്ത്യയുടെ ചരിത്രം പെറുക്കി എടുത്ത് അദ്ദേഹം പഠിച്ചു എന്നോർത്തോളൂ. അതാണ് അൽ ബറൂണി. ഇൻഡോളജി ഗസ് ചെയ്യൂ. മുഹമ്മദ് ഗസ്നി. ബറൂണി പേർഷ്യക്കാരനാണ്. ബാറ് പേര്, അതിലൊരു പ്രാസം ഉണ്ടല്ലേ. അദ്ദേഹമാണ് മലബാറിനെ ആ പേര് നൽകിയത്. ബറൂണി, അവിടെയുണ്ടൊരു ബാറ്, മലബാറ്. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കാനുള്ളതാണ് അബ്ദുൾ റസാഖ്. അദ്ദേഹവും പേർഷ്യൻകാരനാണ്. ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. അബ്ദുള് റിസ്ക് എടുക്കുമ്പോഴത്തേക്കും ദേവനെ 2 പ്രാവശ്യം വിളിക്കും, ഭവാനെ രക്ഷിക്കണേ എന്ന്. അല്ലെ, റിസ്ക് എടുക്കുമ്പോഴല്ലേ മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നത്. ദേവനെ 2 പ്രാവശ്യം വിളിക്കും. ആര്? അബ്ദുൾ റിസ്ക് എടുക്കുമ്പോൾ. അതാണ് അബ്ദുൾ റസാഖ്, ദേവരായ രണ്ടാമൻ. അദ്ദേഹവും പേർഷ്യക്കാരനാണ്. ഓക്കെ, എങ്കിൽ മാർക്കോ പോളോ. മാർക്കോയുടെ കയ്യില് ഒരു പോളോ മുട്ടായി ഉണ്ടായിരുന്നു. അതും കൊടിയ വനമാണ് എന്ന് ഓർത്തോളൂ. വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. അത് കഴിക്കുമ്പോഴത്തേക്കും രുദ്രഭാവമാവും എന്നും ഓർത്തോളൂ. രുദ്രമ്മ ദേവിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച മറ്റൊരു രാജാവും കൂടെ ഉണ്ട്. അത് മധുരയിലുള്ള പാണ്ഡ്യവംശത്തിലുള്ള മദ്ദേർമൻ കുലശേഖരന്റെ കാലഘട്ടത്തിലും കൂടിയാണ്. അപ്പൊ ആ പോളോ മുട്ടായി കൊടിയ വനമാണ്, അത് മദ്യം പോലെയാണ് എന്നും ഓർത്തോളൂ. മദ്ദേർമൻ കുലശേഖരന്റെ കാലഘട്ടം. അത് കഴിക്കുമ്പോഴത്തേക്കും രുദ്രഭാവമാവും. രുദ്രമ്മ ദേവി അവര് കാകതീയ വംശത്തിലുള്ളതാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ വില്യം ഹോക്കിൻസ്, സർ തോമസ് റോയ്, പിന്നെ പിറ്റേറോ ഡെല്ലോ വാലെ, ഇവർ മൂന്നുപേരും ജഹാൻഗീറിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത് എന്ന് ഓർത്തോളൂ. ഇങ്ങനെ ഓർത്തോളൂ. പിറ്റേറോ ഡെല്ലോ വാലെ, എലിയുടെ വാല് എന്ന് ഓർത്തോളൂ. ഇറ്റലിക്കാരനാണ് അദ്ദേഹം. എലിയുടെ വാല് ജഹാംഗീർ കീറി. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ തോമസ് റേയ് ബ്രിട്ടൻകാരനാണ്. തോമസ് റേയും ജഹാംഗീർ കീറി റേ, അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ വില്യം ഹോക്കിൻസും ബ്രിട്ടൻകാരനാണ്. ജഹാംഗീറിനോടൊപ്പം ഹോക്കി കളിക്കാൻ പോയപ്പോ അദ്ദേഹത്തെയും കീറി. എങ്കിൽ സിഖ് ഗുരുവായിട്ടുള്ള അർജുൻ ദേവിനെ കൊലപ്പെടുത്തുന്നതും ഈ ജഹാംഗീറാണ്. അർജുൻ ദേവിനെ കീറിക്കൊന്നു എന്നാണ് ഞാൻ കോഡിനായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളത്. എങ്കിൽ ഗുരു തേജ് ബഹദൂറിനെ കൊലപ്പെടുത്തുന്നത് ഔറംഗസേബാണ്. തേജ് ബഹദൂറിനെ ഔറംഗസേബ് തേച്ച് കൊന്നു എന്നും ഓർത്തോളൂ. കോഡിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. കൊല്ലും കൊലയും ഒന്നും ഒരിക്കലും തമാശയായിട്ടുള്ള കാര്യമല്ല, കൊടിയ പാതകമാണ്. പക്ഷെ നമുക്ക് പഠിക്കണം അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടെ ഓർത്തോളൂ. ഈ ദേവരായ, അച്യുതദേവരായ, കൃഷ്ണദേവരായ എന്നൊക്കെ നോക്കി, ഈ ദേവരായന്മാരെല്ലാം വിജയനഗര സാമ്രാജ്യത്തിലെ ആൾക്കാരാണ്. ദേവന്മാർ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ ദേവന്മാരെ തൊഴുന്നത് എന്ന് ചുമ്മാ കണക്ട് ചെയ്തോളൂ കോഡിനായിട്ട്. അത് മാത്രമല്ല മാർക്കോ പോളോയാണ് സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. മാർക്കോ പൊളിയാണ്. അതുകൊണ്ട് ഈ സഞ്ചാരികളുടെ രാജകുമാരൻ, സഞ്ചാരിയാണ് മാർക്കോ പൊളിയാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഹുയാൻ സാങ്,
പാട്ടും പാടി സോങ്ങും പാടിയാണ് വരുന്നത് തീർത്ഥാടകരുടെ രാജകുമാരൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെയും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.